എല്ലാവർക്കും നമസ്കാരം. സിനിയാണ്. വോയിസ് മാസ്റ്ററി പ്രസംഗ പരിശീലന ക്ലാസ്സിൽ എത്തിച്ചേരുന്ന നിങ്ങൾക്കേ ഇപ്പോൾ പലരും ഫീസ് എങ്ങനെയാണ്, ചിലർ ഒരു ദിവസം കൊണ്ട് പഠിപ്പിക്കുന്നവരുണ്ടല്ലോ, ചിലർ 2 ദിവസം കൊണ്ട് പഠിപ്പിക്കും, ചിലർ 9 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുന്നവരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. ഞാൻ അപ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ ഫീസിനെക്കുറിച്ച് ടെൻഷനാകാതെ നിങ്ങൾ സംസാരിക്കൂ. നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന്, അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലെ സ്കില്ല് എത്ര, പ്രസൻറ്റേഷൻ സ്കില്ല് എങ്ങനെ, നിങ്ങളുടെ വൊക്കാബുലറി അല്ലെങ്കിൽ അക്ഷരസ്ഫുടത, ഫ്ലുവൻസി, ഇതൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ എത്ര നാളായിട്ട് ഈ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട്, പൊതുപ്രവർത്തകനാണോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളിലോ പ്രസ്ഥാനങ്ങളിലോ പ്രവർത്തിക്കുന്ന ആളാണോ, എത്രമാത്രം പരിചയം ഈ ഫീൽഡിലുണ്ട് എന്നനുസരിച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടതെങ്കിൽ ഒന്നും അറിയില്ലാത്തവരടയ്ക്കുന്ന പോലെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാറ്. അല്ലാതെ വരുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് ഇത്ര ഫീസ് അടയ്ക്കണം എന്ന നിബന്ധനയോടെ അല്ല കേട്ടോ ക്ലാസ് എടുക്കുന്നത്. കാരണം പൊതുപ്രവർത്തനങ്ങളൊക്കെ വളരെ കാലമായിട്ട് ചെയ്യുന്നവരുണ്ട്. അവർക്ക് പലപ്പോഴും സംസാരിക്കാനായിട്ട് സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട്. ആ സമയങ്ങളിൽ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അവർക്ക് അവതരിപ്പിക്കേണ്ട സമയത്ത് ഒന്നുമില്ലെങ്കിൽ മറന്നു പോവുകയോ അല്ലെങ്കിൽ കുറച്ച് പേടി കാരണം അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതോ ആയ കുറച്ച് ന്യൂനതകൾ മാത്രമേ ഉള്ളൂ ചിലർക്ക്. അതൊന്ന് ഡെവലപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, ആ പ്രശ്നങ്ങളൊന്ന് മാറ്റി ഒന്ന് ക്ലിയറാക്കി കഴിഞ്ഞാൽ അവർക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് കുറഞ്ഞ ക്ലാസ്സുകളെ ആവശ്യമുള്ളൂ, കുറച്ച് ഫോളോ അപ്പുകൾ മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ വരുന്ന എല്ലാവരും ഒരുപോലെ ഫീസ് അടച്ചുകൊണ്ട് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം സ്ട്രിക്റ്റായിട്ട് ക്ലാസ് എടുക്കും, അങ്ങനെ പറയാറില്ല.